കാരണം കൂടാതെയാണ്. അപ്പൊ അതാണ് അവിടാണ് വിചാരിക്കുന്നത് എന്തിനാണ് ഒരാൾ അവിടെ ഇത്രയും ദിവസം നിന്നത്, ഒരാൾ എന്തിനാണ് പുറത്തായത്, അല്ലെങ്കിൽ അർഹതയുള്ളവർ. ഇപ്പം കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ, ഇപ്പൊ റോബിനെ പുറത്താക്കിയതാണോ, അപ്പൊ ബോധപൂർവമായിരുന്നോ റോബിനെ, രജത് കുമാറിനെ, അതൊക്കെ അവർക്കൊക്കെ നീതിയായിരുന്നു. ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചർച്ചകളാണ്. കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ 70ാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നേനെ. നമ്മള് വിജയിച്ചത് അർഹത കൊണ്ടാണ്. അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് സമൂഹത്തില് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ചു പേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റിക്കൊണ്ട് എന്തൂള ചോദ്യമാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക്. അതാണ് എനിക്ക് നിങ്ങളുടെ തന്നെ 1000 സ്നേഹമുള്ള പോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില ക്രിമികളോട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. മാധ്യമങ്ങളാണോ വില്ലന്മാര്? മാധ്യമങ്ങൾ നിങ്ങളല്ല വില്ലന്മാര്, ഈ വളച്ചൊടിക്കുന്നവരാണ് വില്ലന്മാര്. മാധ്യമങ്ങളുടെ പണി എന്താണ്? ഒരു വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കുക, ഒരു മീഡിയം, ജസ്റ്റ് മാധ്യമം മീഡിയം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അതേ മീഡിയം തന്നെയാണ് ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ജനത്തിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം വേറൊരു രസം പറയാം. ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മീഡിയയിൽ പെട്ടെടുത്താൻ, അവനൊരു പെങ്കൊച്ചിനെ മുണ്ടുവെക്കി തുണിയഴിച്ച് കാണിച്ചെന്ന് പറഞ്ഞത് രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ട ആൾ എന്നെ വിളിച്ചു പറഞ്ഞു. ആ പെങ്കൊച്ച് അവനോട് ചോദിച്ചിട്ടുണ്ടോ? സീരിയസ്ലി രാവിലെ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് ചേട്ടൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവന്മാരാണ് ഇതിനകത്തിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇപ്പൊ ഇവനാണ് വന്നിരുന്നത് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത്. അപ്പൊ അവനോട് പറഞ്ഞാൽ മര്യാദയ്ക്ക് കിടക്കാൻ പറ, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് ഞാൻ വോയിസ് അയപ്പിച്ചിട്ട് അവനെ കൊടുക്കുന്നു. എനിക്ക് മര്യാദ കിടക്കൊണ്ട് നടക്കുന്നവർ ഇമാതിരി മര്യാദയുടെ പണിക്ക് പോകാതിരിക്കുക, വലിയ സംശുദ്ധി പറയാതിരിക്കുക. അപ്പൊ എന്നാ ശരിടാ ചേട്ടാ. ഇത് വേറെ കുറെ പേര് പറയുന്നത് ബിഗ് ബോസും ചേട്ടൻ നമ്മളൊരു കളിയാണെന്ന്. അതാണ് റേറ്റിംഗ് കുറവാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. റേറ്റിംഗ് ഏറ്റവും കൂടുതലാണ്, TRP ഏറ്റവും കൂടുതലെന്നാണ് ഞാൻ 50 ദിവസം വരെ ഞാൻ അറിഞ്ഞത്. എന്ത് കളി കളിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെ കിംവദന്തികളൊക്കെ കേൾക്കുന്നു കുറെ. അങ്ങനെയാണെങ്കിൽ ചില്ലറാക്കി മേടിക്കാൻ ചെല്ലണോ? എനിക്ക് മറ്റേ പേര് പറയാൻ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരിൽ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാന്നേ. നമ്മള് ബിഗ് ബോസ് തുടങ്ങിയ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ നെഗറ്റീവ്സ് വന്നല്ലോ, മത്സരം ഷോയാമയം തൊട്ട്. അന്നേരം എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞതാ, അയ്യോ ഇങ്ങനല്ല, ഇത് മോശമാണ്, പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നെഗറ്റീവായിട്ടാണ്, നന്നായി കൊണ്ടുപോകണം. അത് നന്നാവുന്ന ഞാൻ കൂടിയല്ലേ. ഞാൻ പറയട്ടെ, ഇപ്പം ഓൺലൈൻ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഒരു മാധ്യമ രംഗത്ത്, സിനിമാ രംഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തികളെ കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഭിമാനം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ അവനെ ഇത് കണക്ക് പോലീസ് ഒരു കേസിൽ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് നിങ്ങൾ ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവത്തില്ലേ? ചേട്ടാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചേട്ടാ, അല്ലാതെ പെരുമാറുന്നവരുണ്ട് നിങ്ങൾ പറയത്തില്ലേ? അതാ ഞാൻ തിരിച്ചറിയാൻ കഴിയട്ടെ. ഇപ്പൊ ഈ സീസൺ നന്നായാൽ അതിന്റെ അഭിമാനം എനിക്കും തന്നെയാണ്. അല്ലെങ്കിൽ ഈ സീസൺ മോശമാകുമ്പോൾ ഈ സീസണിലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ, എന്നെ അറിഞ്ഞൂടാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇമാതിരി കൂടെ പരിപാടിയാണല്ലോ എന്ന് പറയാൻ പാടില്ല. ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കുകയും പെരുമാറുകയും കണ്ട് ഈ ടാസ്കിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മളെല്ലാവരും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെന്റെ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ മത്സരാർത്ഥികൾ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്. അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് മോശമെന്നല്ലേ പറഞ്ഞത്. വേറെ വല്ലതും ഉണ്ടോ? ഞാൻ പോവാ, ഒരാഴ്ച ഞാൻ നാട്ടിലില്ല.